أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وألق عصاك فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب. يا موسى لا تخف إني لا يخاف لدي المرسلون إلا من ظلم ثم بدل حسنا بعد سوء فإني غفور رحيم. وأدخل يدك في جيبك تخرج بيضاء من غير سوء في 9 آيات إلى فرعون وقومه إنهم كانوا قوما فاسقين. فلما جاءتهم آياتنا مبصرة قالوا هذا سحر مبين وجحدوا بها واستيقنتها أنفسهم ظلما وعلوا فانظر كيف كان عاقبة المفسدين. ولقد آتينا داود وسليمان علما وقال الحمد لله الذي فضلنا على كثير من عباده المؤمنين. وورث سليمان داود وقال يا أيها الناس علمنا منطق الطير وأوتينا من كل شيء إن هذا لهو الفضل المبين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1300 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിൻ്റെ പഠനത്തെ തുടർന്നുള്ള 3-ാം ദിവസ ചർച്ചയാണ് ഇന്ന്. ചർച്ചക്കാരൻ പങ്കെടുക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൽഖി അസാക ഫലമ്മാ റആഹാ തഹ്തസ്സു കഅന്നഹാ ജാൻ വല്ലാ മുദ്ബിറ ولم يعقب يا موسى لا تخف إني لا يخاف لدي المرسلون إلا من ظلم ثم بدل حسنا بعد سوء فإني غفور رحيم. وأدخل يدك في جيبك تخرج بيضاء من غير سوء في 9 آيات إلى فرعون وقومه إنهم كانوا قوما فاسقين. فلما جاءتهم آياتنا مبصرة قالوا هذا سحر مبين وجحدوا بها واستيقنتها أنفسهم ظلما وعلوا فانظر كيف كان عاقبة المفسدين. ولقد آتينا داود وسليمان علما وقال الحمد لله الذي فضلنا على كثير من عباده المؤمنين. وورث سليمان داود وقال يا أيها الناس علمنا منطق الطير وأوتينا من كل شيء إن هذا لهو الفضل المبين. صدق الله العلي العظيم. സൂറത്തുൻ നംലിലെ തുടക്കത്തിലെ ഏതാനും ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നംലിന്റെ വിശദമായ പഠനം നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ആയിട്ട് 2 ദിവസം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാനും ചോദ്യങ്ങൾ കൂടി ഇവിടെ എത്തിയിട്ടുള്ളത് കൈകാര്യം ചെയ്തുകൊണ്ട് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്കുള്ള അവസരം ഇന്നത്തോടെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യമായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നത് ചിന്മയ ഉന്നയിച്ച ഒരു ചോദ്യമാണ്. ഖുർആൻ വന്നിട്ട് 1500 വർഷങ്ങളാകുന്നുവെങ്കിലും ഈ കാലയളവിൽ
വ്യക്തമായ ഒരു ഇടപെടലും അള്ളാഹുവിന്റെ വകയായി കാണുന്നില്ല. മലക്കുകളും എവിടെയെങ്കിലും വന്നതായും കാണുന്നില്ല. വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുടെ അഭാവത്തിൽ അള്ളാഹുവിന്റെ കഴിവുകളെ കുറിച്ച് നടത്തുന്ന പ്രസ്താവനകൾ അർത്ഥശൂന്യമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ അവതരണം കഴിഞ്ഞ് 1500 വർഷങ്ങളോളം ആവുകയാണ്. വിശുദ്ധ ഖുർആൻ അവസാനത്തെ ദൈവിക വെളിപ്പാടും അത് കൊണ്ടുവന്ന മനുഷ്യരാശിയെ അത് കേൾപ്പിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളുമാണ്. ആ വിധത്തിലാണ് ഖുർആൻ ഇത് രണ്ടും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിന്റെ മനുഷ്യരാശിക്കായിട്ടുള്ള മാർഗദർശനമായി അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തേത്. ഇനി അന്ത്യനാൾ വരെ ഒരു ദൈവിക വേദഗ്രന്ഥം അവതരിക്കാനില്ല. ഒരു പ്രവാചക ദൗത്യവും നിർവഹിക്കപ്പെടാനുമില്ല. ഈസ അലൈഹി ഇസ്ലാം തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അത് പക്ഷെ അന്ത്യനാളിനോടടുത്ത ഘട്ടത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് നടപ്പിലാക്കുന്ന ആളായിക്കൊണ്ട് തന്നെയാണ് ഈസ അലൈഹിസ്സലാം വരിക എന്നാണ് ഹദീസുകൾ നൽകുന്ന സൂചന. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന്റെ ഒരു സാധ്യത ഖുർആന്റെ ആയാത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് വസ്തുത. അപ്പോ ചിന്മയുടെ ഉദ്ദേശിക്കുന്ന വിധത്തിൽ വ്യക്തമായ ഒരു ഇടപെടലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഈ കാലയളവിൽ ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തില് ഏത് വിധത്തിലുള്ള ഇടപെടലാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല. പക്ഷെ ദൈവിക ഇടപെടല് തീർച്ചയായിട്ടും എത്രയോ സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്നത് നമുക്ക് തന്നെ വളരെ പ്രാധാന്യമുള്ള സന്ദർഭങ്ങളിലും സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ദൈവിക ഇടപെടലുകൾ ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ ആഗോളതലത്തിൽ തന്നെ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെയുള്ള പല വിഷയങ്ങളിലും തീർത്തും അപ്രതീക്ഷിതമായി കണക്കുകൂട്ടലുകൾക്ക് വിരുദ്ധമായി പല സംഭവങ്ങളും അരങ്ങേറുന്നത്, അതില് ദൈവിക നടപടിയില്ല, ദൈവികമായ ആസൂത്രണമില്ല എന്ന് പറയാൻ ഒരു നിലക്കും നമുക്ക് കഴിയാത്ത വിധത്തില് പലരെയും ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും അരങ്ങേറുന്നുണ്ട്. ദൈവികമായ ആസൂത്രണത്തിന്റെയും നടപടിക്രമങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് തന്നെ സംഭവിക്കുന്നതാണ് അതൊക്കെ തന്നെ. ആകസ്മികത എന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിലും ഇല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാം അവന്റെ ആസൂത്രണത്തിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല ധിക്കാരികളായ ഭരണാധികാരികൾക്ക് അവരുടെ തന്നെ ചെയ്തികളുടെ ഫലമായിട്ട് ചിലപ്പോ ഒരു ഘട്ടത്തില് രംഗം വിട്ട് നാട് വിട്ട് പോവേണ്ടിയൊക്കെ വരുന്നത്. അതൊക്കെ അവര് എത്ര തന്നെ സുശക്തമായ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിരുന്നതാണെങ്കിൽ പോലും സ്വേച്ഛാധിപതികള് പലപ്പോഴും പാതി വഴിയിൽ വെച്ച് അവരുടെ പ്രസിദ്ധിയുടെയും അധികാര ഹുങ്കിന്റെയും ഒക്കെയായ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ തന്നെ ലോകം ഞെട്ടിവിറക്കുന്ന വിധത്തില് ചില ട്വിസ്റ്റ് സംഭവങ്ങൾക്കുണ്ടാവുകയും അവര് രംഗം വിട്ടു പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. ലോകശക്തികളുടെ ഉയർച്ചയും പതനവും ഒക്കെ നമ്മൾ എത്രയോ കണ്ടിട്ടുള്ളതാണ്. 300 വർഷങ്ങളോളം ലോകത്തെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട്
നിലക്കൊണ്ടിരുന്ന ഒരു ഒരു രാഷ്ട്ര സംവിധാനം അത് നമ്മൾ നോക്കി നിൽക്കെ ദുർബലമായി ഒന്നുമല്ലാതെയായി മാറിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ രണ്ടാം ലോക യുദ്ധം നടന്ന ആ സംഭവത്തിനൊക്കെ തുടർന്ന് പുതിയൊരു രാഷ്ട്രീയ ശക്തി പടിഞ്ഞാറൻ സമൂഹത്തിൽ ഉദയം ചെയ്തതും ഇപ്പോ അവര് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പല സംഭവ വികാസങ്ങളും ലോകത്തുണ്ടാവുന്നുണ്ട്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ദൈവിക ഇടപെടലുകൾ കാണാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ അവിശ്വസനീയതയുള്ള പല സംഭവങ്ങളും അരങ്ങേറുന്നത് തീർച്ചയായിട്ടും കാണാൻ കഴിയും. ഇതൊക്കെ തന്നെ ദൈവിക നടപടികളാണ് എന്നതാണ് വസ്തുത. അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതും അതുപോലെ അധികാരസ്ഥന്മാരായ പലരെയും അവരുടെ അധികാര കസേരകൾ ഇട്ടെറിഞ്ഞ് രംഗം വിടാൻ കാരണമാകുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊണ്ടുവരുന്നതും ഒക്കെ അതിന്റെയൊക്കെ പുറകിൽ ദൈവികമായ നടപടികളുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ലാത്തൊരു സംഗതിയാണ്. അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു കാര്യം മലക്കുകളും എവിടെയെങ്കിലും വന്നതായും കാണുന്നില്ല എന്നതാണ്. മലക്കുകള് അദൃശ്യ ശക്തികളാണ്, അദൃശ്യ ജീവികളാണ്. അള്ളാഹു നിശ്ചയിച്ച ഘട്ടങ്ങളിൽ മാത്രമാണ് പ്രവാചകന്മാരുടെ കാര്യത്തിലൊക്കെ അവർക്ക് വെളിപ്പാടുകളുമായി വരുന്ന വിധത്തിൽ മാത്രമാണ് മലക്കുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അത് പിന്നീട് ഉണ്ടായില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല. കാരണം പ്രവാചകത്വം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി അവസാനിക്കുകയാണ്. പിന്നീട് മലക്കുകള് പ്രത്യക്ഷപ്പെടേണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൃഷ്ടിഗോചരമാകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന മലക്കുകളെ ബാക്കിയുള്ളവർക്ക് കാണുക എന്നത് സാധ്യമായ ഒരു സംഗതിയായിരുന്നില്ല. മലക്ക് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നത് ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജിബ്രീലായിരുന്നു എന്ന് സൂചിപ്പിച്ച് പറഞ്ഞത് തന്നെ ജിബ്രീൽ അവിടുന്ന് അപ്രത്യക്ഷനായതിനു ശേഷം അതേക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. അത് മനുഷ്യരൂപത്തിലാണ് ജിബ്രീൽ ആ ഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മലക്കുകളെ നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ കാണാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ ആ ഒരു തെറ്റായ കാത്തിരിപ്പാണ്, ഒരു തെറ്റായ കണക്കുകൂട്ടലാണ്. പിന്നെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുടെ അഭാവത്തിൽ അള്ളാഹുവിന്റെ കഴിവുകളെ കുറിച്ച് നടത്തുന്ന പ്രസ്താവനകൾ അർത്ഥശൂന്യമല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങള് എന്നത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ തന്നെയാണ്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, അതുപോലെ ഋതുഭേദങ്ങളും, മഴ വരുന്നതും, കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാവുന്നതും, ചെടികൾ മുളച്ചു പൊങ്ങുന്നതും, അങ്ങനെ തുടങ്ങി ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും ഒക്കെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഇവിടെ പ്രവർത്തനക്ഷമമാണ് എന്നത് തന്നെയാണ് ദൈവിക ദൃഷ്ടാന്തങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ. കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇവിടെ പ്രപഞ്ച സംവിധാനത്തില് അതിഗംഭീരമായ സമഗ്രമായ ഒരു ആസൂത്രണമുണ്ട്. ഒരു ആസൂത്രകന്റെ അഭാവത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്നത് ബോധ്യപ്പെടുത്തി തരുന്ന വിധത്തിലാണ് അസംഖ്യം ദൃഷ്ടാന്തങ്ങള് ഈ പ്രപഞ്ച സംവിധാനത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല വിന്യസിപ്പിച്ചിരിക്കുന്നത്. അത് നോക്കിക്കാണാനുള്ള വിശാല മനസ്കതയും അതിന്റെ കൃത്യമായ സൂചനകളെ വായിച്ചെടുക്കാനുള്ള സന്നദ്ധതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാനും സാധിക്കും. മറിച്ച് കരുതുന്നത് അള്ളാഹുവിന്റെ കഴിവുകളെ കുറിച്ച് നടത്തുന്ന പ്രസ്താവനകൾ അർത്ഥശൂന്യമല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ശ്വസിക്കുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല. അതിൽ വല്ല സംശയമുണ്ടോ? നിങ്ങളുടെ ശരീരത്തില് രക്തചംക്രമണം നടക്കുന്നുണ്ട്. രക്തം സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല. ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ അത് ബ്ലഡ് ക്ലോട്ട് ചെയ്തുകൊണ്ട് അവിടെ ബ്ലോക്ക് ആവുന്നു, രക്തം ഒലിച്ചു പോകുന്നത് നിലയ്ക്കുന്നു. അത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല. ഇതൊക്കെ ദൈവികമായ സംവിധാനമാണ്, അവന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ എളുപ്പ വഴി നിങ്ങളുടെ കൺപോളകൾ തുറന്നാൽ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ കഴിയുന്നു. പക്ഷെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത ആളുകൾ ഭൂമുഖത്ത് ഒരുപാടുണ്ട് എന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വിശിഷ്ടമായ ഒരു കഴിവ് ഈ പ്രപഞ്ചത്തിന്റെ ആസൂത്രകൻ നൽകിയിരിക്കുന്നു എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. രക്തം കട്ട പിടിക്കാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അതിനു വേണ്ടി ഈ രക്തം ക്ലോട്ട് ചെയ്യൂലാത്ത പ്രശ്നമുള്ളത് കൊണ്ട് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി മുറിവുണ്ടാവുമ്പോ മുറിവ് ഉണങ്ങുന്നതിന് സഹായകമാകുന്ന വിധത്തിൽ മരുന്നൊക്കെ കഴിക്കേണ്ടി വരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ശ്വസിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ശ്വസിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്യുന്നതും രക്തക്കുറവുള്ളവർക്ക് പല ഘട്ടങ്ങളിലും ശസ്ത്രക്രിയ പോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ രക്തം വായ്പ വാങ്ങേണ്ടി വരുന്നതും ഒക്കെ നമ്മൾ അറിയുന്നതാണ്. ഇതൊക്കെ ദൈവിക ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. ഇത് ആ നിലക്ക് കാണാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കാണാൻ സാധിക്കും. ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരു മാർഗം ഇതൊക്കെ നിങ്ങൾ സ്വന്തം കഴിവുകൊണ്ട് ആർജിച്ചതും സ്വന്തം കഴിവുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കുന്നതുമാണോ എന്ന ഒരു ആലോചന മാത്രം മതി. ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്യുന്നത് ആര്? അപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെടും ദൈവിക ദൃഷ്ടാന്തങ്ങളുടെയും അള്ളാഹുവിന്റെ കഴിവുകളുടെയും വ്യാപ്തിയും വൈപുല്യവും ഒക്കെ തന്നെ. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. അബ്ദുൾ റഷീദ് താജുദ്ദീൻ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്, ദീനിൽ നിന്നും വിടുവിക്കാൻ യുക്തിവാദികൾ പ്രയോഗിക്കുന്ന ഒരു കാര്യം ആണ്, യുവത്വം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് എന്നൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ ചിന്മയ നടത്തിയ നിരീക്ഷണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കണം. എന്തായാലും അള്ളാഹു എല്ലാവർക്കും അവസരം നൽകുന്നുണ്ട് ബുദ്ധി പ്രയോഗിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് സത്യം ഉൾക്കൊള്ളാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. മറ്റൊരു ചോദ്യം ചിന്മയ ഉന്നയിച്ചിരിക്കുന്നത്, ശാസ്ത്ര സാങ്കേതിക വിദ്യ അനിതര സാധാരണമായ പുരോഗതി കൈവരിച്ചതോടെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യവുമായി കാര്യമായ ഒരു ബന്ധവും ഇല്ലാത്തവയായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഇത് അവാസ്തവമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പ്രമുഖനായ ഒരു പടിഞ്ഞാറൻ വിശഗ്വരനും അതുപോലെ ശാസ്ത്രാന്വേഷിയുമായ ഒരാളാണ് ഡോക്ടർ മോറിസ് ബുക്കായി. മോറിസ് ബുക്കായിയുടെ ബൈബിൾ, ദ ഖുർആൻ, ദ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അത് മലയാളത്തിലും ലഭ്യമാണ്. അതൊന്ന് വാങ്ങി വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ബൈബിളില് മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് ശാസ്ത്രവിരുദ്ധമായി മാറിയിട്ടുള്ളതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ തെളിവുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിന്റെ ദൈവികതയോടുകൂടി അതിന്റെ പെർഫെക്ഷനിൽ ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ വൈവിധ്യങ്ങളാർന്ന അല്ലെങ്കിൽ അസംഖ്യം ശാസ്ത്ര സൂചനകള്, പിൽക്കാലത്ത് മാത്രം മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ശാസ്ത്ര പ്രതിഭാസങ്ങളിലേക്കുള്ള സൂചനകൾ ഖുർആൻ നൽകുന്നത് അതിന്റെ കൃത്യതയോടുകൂടി ഇന്നും നിലനിൽക്കുന്ന കാര്യം മോറിസ് ബുക്കായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ ശാസ്ത്രവുമായിട്ട് ഒരു സംഘട്ടനവും വിശുദ്ധ ഖുർആനില്ല. അതേസമയത്ത് ബൈബിളിലെ പലതും അങ്ങനെയുള്ള സംഘർഷത്തിലാണ് എന്നതാണ് വസ്തുത. ശാസ്ത്രം എന്ന് പറയുമ്പോൾ തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ശാസ്ത്രത്തിന്റെ തന്നെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള അനുമാനങ്ങളുണ്ട്. അനുമാനങ്ങൾ തെളിയിക്കപ്പെടുന്നത് വരെ ശാസ്ത്രമല്ല, അനുമാനങ്ങൾ മാത്രമാണ് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ
പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യവുമായി കാര്യമായൊരു ബന്ധവും ഇല്ലാത്തവയായി കണ്ടെത്തപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് ശാസ്ത്രവുമായി യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തത് ഏതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹം സാധിക്കുന്ന സന്ദർഭത്തിൽ ഉന്നയിക്കട്ടെ. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. അതുവരെ നമുക്ക് ഈ വക അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളോട് പ്രതികരിച്ചത് കൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ യുക്തിഭദ്രമായ അല്ലെങ്കിൽ യുക്തി അധിഷ്ഠിതമായ ചിന്തയും അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ വിശുദ്ധ ഖുർആനില് തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളുമായി സംഘർഷപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നുവെങ്കിൽ നമുക്കത് ചർച്ചയിൽ കൊണ്ടുവരാം. മഴ, സൂര്യൻ, ആകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉദാഹരണങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മഴയും സൂര്യനും ആകാശങ്ങളും ഒന്നും ഖുർആൻ പരാമർശിക്കുന്നത് ശാസ്ത്രവുമായി സംഘർഷപ്പെടുന്ന കാര്യങ്ങളെ അല്ല. അത് നിങ്ങളുടെ ഊഹങ്ങൾ മാത്രമാണ്. പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച അള്ളാഹുവിൽ നിന്നും ഇത്തരം തെറ്റുകൾ വരുമോ? എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ്. മഴയെക്കുറിച്ചോ ആകാശത്തെക്കുറിച്ചോ അതുപോലെ സൂര്യനെ കുറിച്ചോ ഒന്നും തന്നെ ഖുർആൻ പറഞ്ഞ ഒരു കാര്യവും ശാസ്ത്രം തെറ്റാണെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. അത് എന്താണ് എന്നത് അദ്ദേഹത്തിന് സൗകര്യമുള്ളപ്പോൾ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. മറ്റൊന്ന് സെയ്ദലവി എന്ന പേരിൽ പ്രൊഫൈലിന് വന്നതാണ്. ഞങ്ങളുടെ മഹലിലൊക്കെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ ഖബറിനരികിൽ ഇരുന്ന് 8 ദിവസം തുടർച്ചയായി ഖുർആൻ ഓതും. ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇസ്ലാമികമാണോ എന്നതാണ് ചോദ്യം. അപ്പോ ഒരാൾ മരിച്ചതിന് ശേഷം അയാളെ ഖബറടക്കിയിട്ട് ആ ഖബറിന്റെ അരികത്തിരുന്ന് 8 ദിവസം ഖുർആൻ ഓതുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാട്ടില് വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോന്ന് അറിയില്ല. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരുപക്ഷെ അനറബി സമൂഹങ്ങളില് തുർക്കിയിലോ അല്ലെങ്കിൽ ഏഷ്യയുടെ വേറെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാം അങ്ങനെ ചില സമ്പ്രദായങ്ങൾ. പക്ഷെ ഇസ്ലാമിൽ അതിന് യാതൊരു അടിസ്ഥാനവും അടിത്തറയും കാണാൻ പറ്റിയിട്ടില്ല. ഒന്ന്, ഖുർആന്റെ ചൈതന്യം ഉൾക്കൊള്ളാത്ത, അതിനെ ആചാരങ്ങളോ റിച്വൽസോ ഒക്കെ ആയിട്ട് മാത്രം മതത്തിനെ കാണുന്ന ആളുകൾ ഉണ്ടാക്കി എടുക്കുന്ന ഓരോ സംഗതികളായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാം അങ്ങനെ വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയല്ല യഥാർത്ഥത്തിൽ. ആചാരങ്ങളും അടിസ്ഥാനരഹിതമായ സമ്പ്രദായങ്ങളും അല്ല ഇസ്ലാമിന്റെ ചൈതന്യം. ഖുർആൻ മനുഷ്യരാശിയോട് സംവദിക്കുന്ന ഗ്രന്ഥമാണ്. അത് ചേതനയേറ്റ് കിടക്കുന്ന ഒരാളെ അങ്ങനെ നിരന്തരം ഓതി കേൾപ്പിക്കാനുള്ളതല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആളുകൾക്ക് മാർഗദർശനം ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ളതാണ് ഖുർആൻ. ഹുദൻ ലിൽ മുത്തഖീൻ എന്നും സമാനമായ പ്രയോഗങ്ങളും ധാരാളമായിട്ട് ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പൊ ഖുർആന്റെ അവതരണത്തിന്റെ താല്പര്യം തന്നെ മനുഷ്യന് മാർഗദർശനം ചെയ്യുക എന്നതാണ്. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് മരിച്ചവരുടെ അവരെ മറമാടിയതിന് ശേഷം അവരുടെ കുഴിമാടത്തിന് അരികിലിരുന്ന് പാരായണം ചെയ്ത് അങ്ങനെ ഒരുപാട് ഓതി തീർക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയല്ല ഖുർആൻ. അത് എന്തൊക്കെയോ കാരണങ്ങളാൽ ഇസ്ലാമിക സമൂഹത്തിൽ, വിശേഷിച്ച് നമ്മുടെയൊക്കെ ഭൂപ്രദേശങ്ങളിലുള്ള ആളുകൾക്കിടയിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരുതരം ആചാരമാണ്. അങ്ങനെയുള്ള ആചാരങ്ങളല്ല ഇസ്ലാമിന്റെ അകക്കാമ്പും ചൈതന്യവും തന്നെ. ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് ഒന്നുകിൽ പാരായണം ചെയ്യുന്ന ആൾക്കുള്ള ഗുണം ഉണ്ടാവണം, അതല്ലെങ്കിൽ അത് കേട്ടിരിക്കുന്ന ആൾക്കുള്ള ഗുണം ഉണ്ടാവണം. ഈ വിധത്തിലാണ് പാരായണം നിർവഹിക്കേണ്ടത്. ഇനി മരിച്ച ആളുടെ ഖബറിന്റെ അരികിൽ പോയിരുന്ന് 8 ദിവസമോ നിർണിതമായ തവണയോ
ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലോ അല്ലെങ്കിൽ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന വിധത്തിലോ ഒന്നും കാണാൻ കഴിയില്ല. അത് പിൽക്കാലത്തുണ്ടായി വന്ന, പ്രത്യേകിച്ച് ഖുർആനും സുന്നത്തും വായിച്ച് നേരിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത സമൂഹങ്ങളില് അവർക്കിപ്പോ നമുക്ക് മാതൃകാ സ്വലാത്ത് നിർവഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ മുസ്ലിയാർ എന്ന് പറയാം. ആളുകൾക്ക് മാതൃകയായിട്ട് നിസ്കരിച്ച് നമസ്കാരം നിർവഹിച്ച് കാണിച്ചു കൊടുക്കുന്ന ആളാണ് മുസല്ലിയാർ എന്ന വിധത്തിൽ നമ്മൾ പഴയ കാലത്ത് തന്നെ പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ ഇത് അതുപോലെ നമ്മുടെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടായ പ്രാർത്ഥന, ഇതിൽ ചിലതൊക്കെ അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോ ഒരു വൈജ്ഞാനികമായി പുറകിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥന നിർവഹിക്കേണ്ടത്, ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയാത്ത, അതിന് ഏറ്റവും യോജിച്ച ലഫ്ലുകള് ഖുർആനിൽ നൽകിയിട്ടുള്ള പ്രാർത്ഥനയിലും ഹദീസുകളിലുള്ള പ്രാർത്ഥനകളുടെ രൂപത്തിലാണ് എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ അവരെ പരിശീലിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടായിരിക്കണം ഒരുപക്ഷെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടായ പ്രാർത്ഥന ഇമാമ് നടത്തുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ടാവുക. അതിന് അതിൻ്റെതായ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ആളുകൾക്ക് ദുആയുടെ വാക്കുകള് ഹൃദിസ്ഥമാക്കുവാനും അറബി ഭാഷയിൽ തന്നെ അത് സുപരിചിതമാക്കുവാനും ഒക്കെ അത് ഉപകരിക്കുന്നുണ്ട് എന്നത് അതിന്റെ ചില നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിലുള്ള ഗുണങ്ങളാണ്. എന്നാൽ ഇങ്ങനെയുള്ള ചില ആചാരങ്ങൾ സ്ഥിരപ്പെട്ടു പോയിട്ട് അത് ഇസ്ലാമിന്റെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഭാഗമാണ്. ഓരോരുത്തരും സ്വന്തം നിലക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു സംഗതിയിലേക്ക് പോകുമ്പോൾ അത് അതിന്റെ ഗുണത്തെക്കാൾ ഏറെ ദോഷം ഉണ്ടാക്കുന്ന സംഗതിയായിട്ട് മാറും. കാരണം പ്രാർത്ഥനകൾ ഹൃദയത്തിൽ തട്ടിക്കൊണ്ടാണ് നടത്തേണ്ടത്. അത് പ്രവാചകന്മാര് നിർവഹിച്ച പ്രാർത്ഥനയുടെ വാക്കുകൾ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണകരവുമാണ്, നല്ലതാണ്. എന്നാൽ ഓരോരുത്തരും തനിച്ച് സ്വയം പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരം തന്നെ ഇല്ലാണ്ടാവുന്ന വിധത്തില് ഒരു മാതൃകയായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾ അങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ളവര് എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് അത്ര അഭിലഷണീയമായ ഒരു കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഖബറിന്റെ മേലെ ഇരുന്നുകൊണ്ട് നടത്തുന്ന ഈ ഖുർആൻ പാരായണം യഥാർത്ഥത്തില് ഖബറിൽ ഉള്ളവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന ആൾക്കോ പ്രയോജനം ചെയ്യുന്ന ഗുണമുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത് ചില ആചാരങ്ങളുടെ ഭാഗമായി ഉണ്ടായി വന്നതാണ്. അതത്ര വലിയ അപകടകരാണോ എന്ന് ചോദിച്ചാൽ അത് അത്ര അപകടകരമായിട്ടൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ അത് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ആരാധനാ രീതിയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്തോ ഒന്നും അല്ല എന്നതുകൊണ്ട് പിന്നെ പ്രയോജനരഹിതമായ ഒരു കാര്യം അതും അനവസരത്തിൽ തെറ്റായ ഒരു സ്പോട്ടിൽ പോയി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് അതിന് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. മരിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരോട് സലാം പറയുന്നതും ഒക്കെ ഫലപ്രദമായതാണെങ്കിലും ഖുർആൻ തിലാവത്ത് ചെയ്യുന്നത് വീട്ടിലോ പള്ളിയിലോ ഒക്കെ വന്നിട്ട് ആളുകൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന്റെ അതൊരു ഖൈറും പുണ്യമൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടാണെങ്കിൽ അതിന് അവരുമായി ബന്ധപ്പെട്ട ഈ മരിച്ചുപോയ ആളുകൾക്ക് പ്രതിഫലം കൊടുക്കണമെന്ന് മക്കള് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ കരുതുകയോ ഒക്കെ ചെയ്യുന്നതും നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. പക്ഷെ അത് അവിടെ തന്നെ പോയിരുന്ന് ചെയ്യാന്നുള്ളതും ആ 8 ദിവസങ്ങളിൽ തന്നെ ചെയ്യാന്നൊക്കെ പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോ ഞാൻ ആ ചോദ്യം അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന് ഇബ്രാഹിം പേരുള്ള ഒരാള് അയച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചിന്മയുടെ അത് ഒരു നിരീക്ഷണമാണ്, അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കുന്നേ ഉള്ളൂ. ചിന്മയുടെ മനസ്സിൽ ഈ ചോദ്യങ്ങള് ഉരുത്തിരിയാനും അതിന്റെ എല്ലാം വ്യക്തമായ ഉത്തരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുമുള്ള മനസ്സും അവസരവും ലഭിക്കുന്നത് പോലും തന്റെ സ്രഷ്ടാവിന് തന്നോടുള്ള പ്രത്യേക
കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഗമാണ് എന്നും അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്തവർ നഷ്ടക്കാരാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ചിന്മയയുടെ സംശയങ്ങൾ അവസാനിക്കും. അള്ളാഹു നമുക്കെല്ലാം ഹിദായത്തും ഈമാനും സ്വർഗവും നൽകട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നില്ല. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം ശ്രദ്ധേയമാണ്. ആളുകൾക്ക് മനസ്സിൽ ചോദ്യങ്ങൾ രൂപപ്പെട്ടു വരുന്നതും അതിനുള്ള ശരിയായ ഉത്തരം തേടുന്നതും ഒക്കെ തന്നെ അത് അവരുടെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാകാൻ സാഹചര്യം ഒരുക്കുന്ന വിധത്തിലുള്ള ദൈവികമായ സഹായമാണ്. ആ ആളുകള് സത്യസന്ധതയോടുകൂടിയാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ, ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ അത് സ്വീകരിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ പുനഃക്രമീകരിക്കാനും ഒക്കെ ഒരുക്കമുള്ളവരായി മാറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ദൈവികമായ ഇടപെടലുകൾ അവർക്ക് ഫലം ചെയ്യുന്നതും ജീവിത വിജയം നേടിക്കൊടുക്കുന്നതുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിന്മയ മാത്രമല്ല, ഇത്തരം വേദികളില് ഇങ്ങനെ ചോദ്യങ്ങളുമായി എത്തുന്ന ആളുകൾ അവര് ആത്മാർത്ഥതയോടുകൂടി സത്യം കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് ഫലപ്രദമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മുടെ പ്രയത്നങ്ങളെ ഫലവത്താക്കുകയും ജീവിത സന്മാർഗം തേടുന്ന ആളുകൾക്ക് സന്മാർഗം കണ്ടെത്താനും അത് പിൻപറ്റാനുമുള്ള തൗഫീഖും നൽകുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.